ഞങ്ങൾ ഇന്നേ വരെ അവരിപ്പം കുറേ കൊല്ലം പറയുന്നുണ്ട്, ഒരു മാസം പോലും ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഭാഗം കാണിച്ചു തരാൻ അവർക്ക് സാധിക്കില്ല. ഞങ്ങളൊരു കാര്യം ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുണ്ട്. അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് എന്തായിരുന്നു? കുറേ കാലം അവർ UDF-നെയും പിന്തുണക്കും, അവർ BJP-നെയും പിന്തുണക്കും, അവർ മാർക്സിസ്റ്റിനെയും പിന്തുണക്കും. ഞങ്ങൾ ഓരോരാളെയും നോക്കി പിന്തുണക്കും എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് ഉത്തരവാദിത്വം ഞങ്ങൾക്കാർക്കും ഇല്ല. ഒരു ബന്ധം ഉണ്ടാക്കിയില്ല, ഇന്നേ വരെ ഒരു ബന്ധം ഉണ്ടാക്കിയില്ല. ഇതേവരെ ഈ നിമിഷം വരെ ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല. അതുപോലെ തന്നെ വർഗീയ ശക്തികളുമായിട്ട് ഒരു കൂട്ടും CPM ഉണ്ടാക്കിയിട്ടില്ല. ഇനി അതിനോട് സംശയം ഉണ്ടാകും. അതാ പറയാം, 40 കൊല്ലം എന്ന് പറയാൻ ശുദ്ധ അസംബന്ധം പറയാണ്, നുണ പറയുക എന്നുള്ളതാണ്. നുണ പറയുന്ന രോഗമാണ് ഈ VD സതീശന്. ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുവൻ നുണയാണ്, നുണരോഗം. എനിക്ക് മറവി രോഗം എന്നല്ലേ പറയുന്നത്, നുണരോഗം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് നുണ പറയുക എന്നുള്ളതാണ് VD സതീശന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി. ആളെ പറ്റിക്കാൻ തന്നെയാണ്, ആളെ പറ്റിക്കാൻ തന്നെയല്ലേ നുണ പറയുന്നത്. വേറെ ആരെങ്കിലും നുണ പറയും? അങ്ങനെ രാവിലെ പറയുന്ന നുണ ഉച്ചയാകുമ്പോഴേക്ക് മാറും ഒന്നിനും, പക്ഷേ ആ നുണ തിരുത്തൂല. അതുകൊണ്ട് നുണരോഗത്തിൻ്റെ വ്യക്താവായിട്ട് മാറിയിരിക്കുകയാണ് VD സതീശൻ എന്ന കോർഡിനേറ്റർ. പോലീബി ഇവിടെ ഇനി ഒന്നും കൂടി പറഞ്ഞാലേ, ഒന്നും കൂടി അത് നിങ്ങൾ കൊടുക്കൂല. നിങ്ങൾ വെറുതെ ചോദ്യം ചോദിക്കുന്നത് വേറെ ആവശ്യത്തിനാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കൊടുക്കും നോക്കാനാ നാളെ. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഇതാണ്, കോലീബി ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിൻ്റെ സംസ്ഥാന കോർഡിനേറ്ററാണ് VD സതീശൻ എന്നാണ്. മറവി രോഗം കൊണ്ട് ഇത് പറയാൻ പറ്റും. ഇതാ പറഞ്ഞത്. പിന്നെ നേരത്തെ ഇതും കൂടി പറഞ്ഞു, എന്നെപ്പറ്റി നുണരോഗമാണ്, ഞാനും പിണറായി വിജയനും ജയിച്ചത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞ ശുദ്ധ അസംബന്ധം, കളവ്. ആ കളവിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നുണരോഗം. അതാണ് ഞാൻ പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ യഥാർത്ഥത്തിൽ VD സതീശൻ കൃത്യമായിട്ടുള്ള വർഗീയ അജണ്ടയാണ് കളിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു അസിസ്റ്റൻ്റാണ് ഇവിടെയുള്ളത്, ഈ വടകരയുള്ളത്. ഏത് തെളിവ് വെച്ചിട്ട് പറയണ്ട, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്ത് തെളിവ് വെച്ചിട്ടാ? വെറുതെ വർത്താനം പറയാൻ ഏതാ നിങ്ങളേതാ? അല്ല പറഞ്ഞോട്ടെ, ഏതാ മാധ്യമം? മീഡിയ വണ്ണം. അത് തന്നെ പണി. മീഡിയ വണ്ണാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. നിങ്ങളല്ലേ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വ്യക്താവ്. മീഡിയ വണ്ണം എന്ന് പറയുന്നത് വർഗീയതയുടെ അങ്ങേയറ്റം വിഷം, കാടകൂള വിഷം. ആ വിഷം സമൂഹത്തിൽ പരത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തിയിൽ ഒന്നാം സ്ഥാനത്ത് BJP-യും RSS-ഉം, രണ്ടാം സ്ഥാനത്ത് നിങ്ങൾ ഉൾപ്പെടെയാണ്. അത് പറയുന്നതിൽ അതിങ്ങനെ വളച്ചു കെട്ടി പറയുന്നതും വേണ്ട. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത്, രാജ്യത്തിലെ മുഴുവൻ ആൾക്കും അറിയാം മീഡിയ വണ്ണം എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തെ, ഈ കേരളം മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മാനവീയത ഉയർത്തിപ്പിടിച്ച് മുന്നോട്ടേക്ക് വന്ന ഒരു നാടാണ്. വേഷം കലർത്തരുത്, ഈ രാജ്യത്തെ നശിപ്പിക്കരുത്, കേരളത്തെ ഇല്ലാതാക്കാൻ പാടില്ല, കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കം തകർക്കാൻ പാടില്ല. നിങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, രാപ്പകലില്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പണിയാണ്. ആ പണി വേറെ ചോദിച്ചിട്ട് കാര്യമില്ല. കാര്യം ഇതാണ്, ഈ പണിയാണ് നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അപരനിർമ്മിതിയാണ്. അപരനിർമ്മിതി RSS-കാരും BJP-കാരും ജമാഅത്തെ ഇസ്ലാമുകാരും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപരനിർമ്മിതിയാണ്. അപരന്മാരെ കണ്ടെത്തുക, എന്നിട്ട് അവരന്മാരുമായി ശത്രുക്കളാക്കുക. അതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ശരിയല്ലത്. അതുകൊണ്ട് എനിക്ക് ദയവായിട്ട് പറയാനുള്ളത്, ഈ കേരളത്തെ അങ്ങോട്ട് വിട്. അത് ഒരു സ്വതന്ത്രമായിട്ട് ലോകത്തിന് മുമ്പിൽ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട നാടാണ്. മാനവികതയും മനുഷ്യത്വവും നമ്മുടെ ശ്രീനാരായണ ഗുരു മുതൽ ഇങ്ങോട്ട് അതിശക്തിയായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ് ഇതെല്ലാം. അതിൻ്റെ മേലെ കയറിയിട്ട് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയും കഴിവും ശേഷിയും ഉണ്ട് എന്നുള്ളതുകൊണ്ട്, പണവും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഒരു വർഗീയ പ്രചരണത്തിൻ്റെ ഒരു തളമാക്കി കേരളത്തെ മാറ്റാൻ പാടില്ല. അത് നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട്, ഗൗരവപൂർവ്വം ഞാൻ പറയാതെ, അത് വെറുതെ പറയുന്നതല്ല, വളരെ സീരിയസ് ആയിട്ട് തന്നെ ഞാൻ പറയാം. നിങ്ങൾ എന്താ അപ്പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടല്ലോ അപ്പുറത്ത് പറയുന്നുണ്ട്. എന്താ അപ്പുറത്ത് പറയുന്നത് പറ, ഞാൻ അതിന് മറുപടി അറിയാം. പറ, ഒന്ന് പറ. അപ്പുറത്ത് പറയുന്നു പറഞ്ഞല്ലോ, നിങ്ങൾ 42 കൊല്ലമായിട്ട് ഞങ്ങൾ ബന്ധുക്കൾ പറഞ്ഞു. ഞാൻ നിഷേധിച്ചു. ഒരു കൊല്ലവും ഒരു മാസവും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വർഗീയതയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ടില്ല, അവരുമായിട്ട് ഐക്യപ്പെട്ട് രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ അവരങ്ങനെ പറയും, ഇവരിങ്ങനെ പറയുന്നത് എന്തിനാ? നിങ്ങളെ ന്യായീകരണത്തിന് വേണ്ടി, വർഗീയ ധ്രുവീകരണത്തിന് ന്യായീകരണത്തിന് വേണ്ടി ഓരോന്ന് UDF-മായി ബന്ധപ്പെട്ട് അവൻ്റെ നാക്കിലിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അത്ര കണ്ടാൽ മതി അത് കേട്ടോ.
ആ അതില്ല സർക്കാരും വേണ്ടിയിട്ടുണ്ട്, ഞാനും വേണ്ടിയിട്ടുണ്ട്. പിന്നെ പോരെ, വെള്ളാപ്പള്ളി ആയാലും ഈ പറയാന്ന് നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഈ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അതിനെ പറഞ്ഞത് കേരള യാത്ര ഏത് യാത്രയായാലും പറയാം. ഞാൻ പറഞ്ഞത് വർഗീയമായ നിലപാട് ആര് സ്വീകരിച്ചാലും ആ സ്വീകരിക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുന്നവരല്ല ഞങ്ങളാരും. ഈ ഇന്ത്യയിൽ മതവർഗീയതക്കെതിരായിട്ട് പൊരുതുന്ന നമ്പർ 1 പാർട്ടിയും പ്രസ്ഥാനവുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIM. ആ കാര്യത്തിൽ ഇവിടെ നിങ്ങൾ തെറ്റിദ്ധാരണയുണ്ടാക്കി BJP ഞങ്ങളും തമ്മിലാണ് ഡീല് എന്ന് പരസ്യമായിട്ട് പറഞ്ഞ് SIR എന്ന് പറയുന്ന സംവിധാനം തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കിയതാണെന്നും നിങ്ങളെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് അയക്കാനാണ് എന്ന് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയും ലീഗും എല്ലാം പോയി നാട് മുഴുവൻ പറഞ്ഞതാണ്. അത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങളെല്ലാം വിചാരിച്ചു അങ്ങനെ. അപ്പോൾ ചോദിച്ചു പോലും ചെറിയ ആൾ, അപ്പോൾ നിങ്ങൾക്ക് പെൻഷനെല്ലാം തരുന്നുണ്ട്. പെൻഷനൊക്കെ തരുന്നുണ്ട്, അത് നിങ്ങൾ കാണിക്കണ്ട. പെൻഷൻ നിങ്ങൾക്ക് തന്നിട്ട് തന്നെയാണ് നിങ്ങളെ കൊണ്ടാക്കുക അവിടെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും. ഇതാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതാ നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതുപോലെ നട്ടാ പൊടിക്കാതെ കള്ളത്തരം പ്രചാരവേല നടത്തിയിട്ടുള്ളതാണ്. എങ്ങനെ ഒന്നും പറഞ്ഞു. ആ ഓ ഞങ്ങൾ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഭൂതകാലത്തിൻ്റെ ഏതോ ഒരു ഓർമ്മയിലേ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനതാ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പിന്നെ വെറുതെ ആരെങ്കിലും പറ്റി പറയേണ്ട കാര്യം എന്താ ഉള്ളത്? ഞങ്ങൾ നേതാക്കളെല്ലാം കൂട്ടത്തിലല്ലേ നമ്മളിലുള്ളത്. പിന്നെ വേറെ ആരെങ്കിലും കൂട്ടത്തില്ല? പിന്നെ ഞങ്ങളതാരാ? ഞാനാ പറഞ്ഞത് ഒരാളുടെ വർഗീയ നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഇന്നുമില്ല, ഇന്നലെയും ഇല്ല, നാളെയും ഇല്ല. ഉറപ്പിച്ച് പറഞ്ഞാണ്.